അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സ്നേഹമുള്ള അധ്യാപകരെ, അധ്യാപികമാരെ, പുതിയ കാലത്തെ മദ്രസ ടീച്ചർ എങ്ങനെയാകണം? വളരെ പ്രസക്തമായ, ചിന്തനീയമായ വിഷയമാണ്. നമ്മളൊക്കെ മദ്രസ ടീച്ചിങ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, മക്കളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, നമ്മൾ പുതുതലമുറയെ അറിയുക എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ട് കാലത്തെ പോലെയല്ല, വളരെ പെട്ടെന്ന് മക്കളിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ കുട്ടിയല്ല വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുന്നത്. വളരെ ദ്രുതഗതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഴയ രീതിയിലുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ സംസാരവും സ്വീകരിക്കുന്നതിന് പകരം തീർച്ചയായും പുതിയ തലമുറയെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ പ്രകൃതത്തെ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്ന, ശ്രദ്ധ തെറ്റിപ്പോകുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരെയാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം കാണുന്ന റീൽസുകൾ, ഷോർട്സുകൾ, ഇതെല്ലാം വളരെ കുറഞ്ഞ സമയത്തേക്ക് വരാൻ തന്നെ കാരണം ആളുകളുടെ ശ്രദ്ധ തെറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത്ര പോലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ കഴിയാത്ത ഒരു തലമുറയെ, അവരുടെ മാറ്റത്തെ, അവരുടെ സ്വഭാവത്തെ, അവരെന്ത് ചിന്തിക്കുന്നു, അവരെന്തിനെയാണ്, എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് നിരന്തരം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവരെ ഉൾക്കൊണ്ട്, അവരെ മനസ്സിലാക്കി അവരോട് ഇടപെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തത്, പുതിയ കാലത്തെ ടീച്ചിങ് മെത്തേഡ് നമ്മൾ അറിയുക എന്നുള്ളതാണ്. ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെ വിമർശിച്ച്, അവരോട് ദേഷ്യപ്പെട്ട്, അവർ പഠിച്ചു വരാത്തതിന്, അവർ നോട്ടെഴുതി വരാത്തതിന്, അതല്ലെങ്കിൽ നമ്മൾ നൽകിയ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തു വരാത്തതിന് ദേഷ്യം പിടിക്കുന്ന, വിമർശിക്കുന്ന ശൈലിക്കപ്പുറം വളരെ പോസിറ്റീവായി, വളരെ സ്നേഹത്തോടുകൂടെ, വളരെ പോസിറ്റീവായ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമാണ് പുതിയ തലമുറയെ നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. വിമർശനം ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരെങ്ങനെയുള്ള ക്ലാസ്സുകളാണോ കൊതിക്കുന്നത്, അവർക്കെങ്ങനെയാണോ ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുന്നത്, അതിനനുസരിച്ചുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി വിഷ്വലായി അവർക്ക് അവരുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സംഭവങ്ങളും വീഡിയോകളും പ്രസന്റേഷനും എല്ലാം ഉൾപ്പെടുത്തി എന്തൊരു ടോപ്പിക്കാണോ നമ്മൾ പഠിപ്പിക്കുന്നത് അത് ഏറ്റവും ഫലപ്രദമായി അവരുടെ മനസ്സിനകത്തേക്ക് ഇൻജക്ട് ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ടീച്ചിങ്ങിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്, ഉൾപ്പെടുത്തേണ്ടത്. പുതിയ കാലത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ടൂളുകൾ നമുക്ക് ആ രംഗത്ത് ഉപയോഗിക്കാൻ അവൈലബിൾ ആണ്. അതെല്ലാം ഉപയോഗപ്പെടുത്തി
നമ്മൾ ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മുടെ ടീച്ചിങ് മെത്തേഡ് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തത്, പുതിയ കാലത്തെ സിലബസ് നമ്മൾ അറിയുക എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മൾ ഇസ്ലാമികമായി പഠിപ്പിക്കുന്ന അടിസ്ഥാനങ്ങളുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട്, മലക്കുകളുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ഇബാദത്തുമായി ബന്ധപ്പെട്ട്, അങ്ങനെയുള്ള അടിസ്ഥാനങ്ങളും സ്വഭാവങ്ങളും പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കാലം തേടുന്ന ചില വിഷയങ്ങളുണ്ട്. ഇവിടെ തിന്മകൾ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ലിബറൽ ചിന്താഗതിയുടെ സ്വാധീനങ്ങളുണ്ട്. മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട്. ഇത്തരം വിഷയങ്ങൾ ബോധപൂർവം എന്താണോ മക്കൾക്ക് വേണ്ടത്, ആ മക്കളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന നല്ല സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ വിശ്വാസ രംഗത്ത് ആ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും അവരെ തെറ്റിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ആ കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ച് പുതിയ ആധുനിക സംവിധാനങ്ങൾ ഏറ്റവും പോസിറ്റീവായി ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി, നെഗറ്റീവായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അതുപോലെ തന്നെ പരിണിത ഫലങ്ങളും അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒരുപക്ഷെ നമ്മുടെ സിലബസിൽ ഇത്തരം മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതല്ലെങ്കിൽ പുതിയ കാലത്തെ ലിബറൽ ചിന്താഗതിയോ ചർച്ച ചെയ്യുന്നില്ല എങ്കിലും നാം നമ്മുടെ സിലബസിൽ ബോധപൂർവം അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികളുടെ ചില ട്രെൻഡിന്റെ പിന്നാലെ പോകുന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ എന്താണ്, അതിനിമിത്തമുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുന്ന അനുഭവങ്ങളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമുക്കൊരു പുതിയ കാലത്തെ കുട്ടികളിൽ മാറ്റമുണ്ടാക്കുന്ന ബെസ്റ്റ് ടീച്ചറായി മാറാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.